പറഞ്ഞു നമ്മൾ ഡൊമെയിൻ എന്താണെന്ന് പറഞ്ഞു, കോഡൊമെയിൻ എന്താണെന്ന് പറഞ്ഞു. ഇനി കുറച്ചും കൂടെ ടേംസ് ഉണ്ട് ഫംഗ്ഷനിൽ. എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ യൂഷ്വലി എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ ഇവിടെ എക്സ് ഇവിടെ വൈ എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, നമ്മൾ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുന്ന വാല്യൂ, അതായത് ഇൻപുട്ട് വാല്യൂസാണ് ആര്, എക്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളതാണ് ആര്, വൈ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പം മിക്സി ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളിപ്പോൾ അതിൽ മിക്സിൻ്റെ ഫംഗ്ഷൻ എന്താ, മിക്സിയിലത് നമ്മളൊരു ഇൻപുട്ട് കൊടുത്താൽ അതിനെ അരച്ച് തരിക, അതല്ലേ മിക്സിൻ്റെ ഫംഗ്ഷൻ. അതേപോലെയാണ് നമ്മളുടെ ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരു എക്സ് എന്ന വാല്യൂ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ കിട്ടുക, അത് നമ്മൾ അസൈൻ ചെയ്ത വാല്യൂ ഔട്ട്പുട്ടാണ് വൈയിലുള്ളത്. ഓക്കെ, നമ്മൾ എക്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ ഉള്ളത്, വൈയിലുള്ളത്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഞാൻ പറയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് എൻ്റെ ഫംഗ്ഷൻ. ഇനി എക്സിൻ്റെ വാല്യൂ ഞാൻ 1 2 3 4 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്താ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയറാണ്. അപ്പോൾ എന്താ വരിക, എക്സിൻ്റെ സ്ക്വയർ. എഫ് ഓഫ് 1 എന്ത് വരും, 1ൻ്റെ സ്ക്വയർ 1. എഫ് ഓഫ് 2 എന്ത് വരും, 2ൻ്റെ സ്ക്വയർ. എഫ് ഓഫ് 2ൻ്റെ സ്ക്വയർ 4. അതേപോലെ എഫ് ഓഫ് 3 എന്ത് വരും, 3ൻ്റെ സ്ക്വയർ 9. എഫ് ഓഫ് 4 എന്ത് വരും, 4ൻ്റെ സ്ക്വയർ 16. അതായത് സെറ്റ് എയിലുള്ള ആൾക്കാർ ആരൊക്കെ, 1 2 3 4. നമ്മുടെ ഇൻപുട്ട് 1 2 3 4ഉം. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് എന്തൊക്കെ കിട്ടുക, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഔട്ട്പുട്ട് 1ൻ്റെത് 1 തന്നെ, 2ൻ്റെത് 4, 3ൻ്റെത് 9, 4ൻ്റെത് 16. അതായത് 1നെ 1ലേക്ക് അസൈൻ ചെയ്യും, 2നെ 2ലേക്ക്, 2നെ 4ലേക്ക്, 3നെ 9ലേക്ക്, 4നെ 16ലേക്ക്, എല്ലാവർക്കും ആരായി ഫംഗ്ഷനായി. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂസാണ് ഈ 1 2 3 4. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ആര്, 1 4 9 6 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ഫംഗ്ഷൻ്റെത് പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x + 1. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ എന്ന് ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എഫിൽ വാല്യൂസ്, എഫിന് എക്സ് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പം ആ എഫ് എങ്ങോട്ടാണ് പോവുക, 2x + 1ലേക്കാണ് പോവുക. അതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആദ്യം നമുക്ക് ഫംഗ്ഷൻ പറയുമ്പോൾ ആര് വേണം, ഡൊമെയിനും കോഡൊമെയിനും വേണം. അപ്പോൾ ഞാനാദ്യം ഡൊമെയിൻ പറയാം. എൻ്റെ ഡൊമെയിന് 1 2 3 4 ആണ്. അങ്ങനെ എൻ്റെ കോഡൊമെയിനായ വൈയിൽ ആരൊക്കെയാണുള്ളത്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 4 5 6 7 8 9 10 വരെയുള്ള ആൾക്കാരെൻ്റെ എവിടെയുണ്ട്, കോഡൊമെയിനുണ്ടെന്ന് ഞാൻ പറയാണ്. ഇനി നമുക്ക് ഫംഗ്ഷൻ ഇവിടുന്ന് എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക, ഫംഗ്ഷൻ വരച്ച് നോക്കാം. ഞാൻ വരയ്ക്കുകയാണ്. ഫംഗ്ഷൻ 1 2 3 4 1 2 3 4 ആണ് എൻ്റെ എക്സിൽ. വൈയിൽ ആരൊക്കെയുള്ളത്, വൈ കുറച്ച് വലിയ സെറ്റാണ്. വൈയിൽ 1 2 3 4 5 6 7 8 9 10 ഇത്ര ആൾക്കാരാണ് വൈയിലുള്ള. അപ്പോൾ 1 എങ്ങോട്ടാണ് പോവുക, 1 പോവുക എഫ് ഓഫ് 1. അങ്ങനെയാണ് ഇതാ എഫിൽ ആരിട്ട് കൊടുത്തു, 1ന് ഇട്ട് കൊടുത്തു. അങ്ങനെ എഫ് ഓഫ് 1, എഫിൽ 1ന് ഇട്ട് കൊടുത്താൽ ഫംഗ്ഷൻ എങ്ങോട്ടാണ് പോവുക, 2x + 1ലേക്ക്. എഫ് ഓഫ് 1 എങ്ങോട്ട് പോകും, 2 × എക്സ് ആരാ, എക്സ് 1 + 1ലേക്ക്. ഓക്കെ, അതെത്ര, 3 2 + 1 3. അപ്പോൾ 1 എങ്ങോട്ട് പോയി, 1 3ലേക്ക് അസൈൻ ചെയ്തു. ഇനി എഫ് ഓഫ് 2 എങ്ങോട്ടാണ് പോവുക, 2x + 1ലേക്ക് തന്നെ. 2 × എക്സ് ആരാ, എക്സ് 2 + 1ലേക്ക് എത്ര, 5 + 1 4 + 1 5. ഇനി എഫ് ഓഫ് 3, അതായത് 2 എങ്ങോട്ട് പോയി, 2 5ലേക്ക് പോയി. ഇനി എഫ് ഓഫ് 3 എങ്ങോട്ട് പോകും, 2x + 1ലേക്ക് എന്നാ പോവുക, 2 ആരാ, 2 × എക്സ് ആരാ, 3 + 1 ഇത് വരും, 6 + 1 എന്ത് 7. 3 എങ്ങോട്ട് പോയി, 7ലേക്ക് പോയി. ഇനി എഫ് ഓഫ് 4, എഫ് ഓഫ് 4 ആരാ, എഫ് ഓഫ് 4 വരാ, 2 × എത്ര, 2 × എക്സ് എന്ന് പറയുന്നത്, എക്സ് എന്ന് പറഞ്ഞാൽ ആരാ, എക്സ് എന്ന് പറയുന്നത് ആരാ,
2 എഫ് ഓഫ് 4 ഇവിടെ എക്സിന് പകരം ആറിട്ട് കൊടുക്കുക 4 ഇട്ട് കൊടുക്കുക ഇവിടെ അപ്പോൾ എന്ത് എടുക്കുക 4 ഇട്ട് കൊടുക്കുക അപ്പോൾ എഫ് ഓഫ് 4 2 × 4 + 1 ദാറ്റ് ഈസ് 8 + 1 9 അപ്പോൾ 4 എങ്ങോട്ട് പോയി 9ലേക്ക് പോയി. ഇത് ഫംഗ്ഷനാണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെക്ക് ചെയ്താൽ മതി എക്സിലുള്ള എല്ലാ ആൾക്കാർക്കും വൈയിൽ എന്തുണ്ടോ എന്ന് നോക്കിയാൽ മതി ഒരു വാല്യൂ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. എക്സിലുള്ള 1ഉം 2ഉം 3ക്കും ഇവിടെ വാല്യൂ ഉണ്ട് 1ന് വേറെ വാല്യൂ ഇല്ല 2നും വേറെ വാല്യൂ ഇല്ല 3ക്കും വേറെ വാല്യൂ ഇല്ല 4നും വേറെ വാല്യൂ ഇല്ല. സോ ഇത് ഫംഗ്ഷനാണ് ഇതിൻ്റെ ഡൊമെയിനാണ് എക്സ് കോഡൊമെയിനാണ് വൈ. അപ്പോൾ നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇമേജാണ് ഫംഗ്ഷൻ്റെ ഇമേജാണ്. അപ്പോൾ ഈ ഫംഗ്ഷന് ഇവിടെ എക്സിന്ന് വൈയിലുള്ള എല്ലാവർക്കും ഒരാളുടെ ഇവിടെ ഇല്ല വൈയിലുള്ള ആകെ 3ഉം 5ഉം 7ഉം 9ഉം മാത്രമേ വൈയിലുള്ള ആൾക്കാർ ഈ ഫംഗ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ളൂ അല്ലേ. അപ്പം ഈ എക്സിന്ന് വൈയിലേക്ക് അസൈൻ ചെയ്യുന്ന ആൾക്കാർ അതായത് എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് എഫ് ഓഫ് എക്സിന് ക്യാപിറ്റൽ എക്സ് കേട്ടോ. എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് പോകുന്നത് എഫ് ഓഫ് എക്സുകൾ ആരൊക്കെയാണുള്ളത് 3 ഉണ്ട് 5 ഉണ്ട് 7 ഉണ്ട് 9 ഉണ്ട്. ഓക്കെ ഇത്രയും ആൾക്കാരാണല്ലോ എഫിൽ ഈ എക്സിനെ മൊത്തം ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഈ ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കാറ് റേഞ്ച് ഓഫ് എഫ് അല്ലെങ്കിൽ ഇമേജ് ഓഫ് എഫ് എന്ന് വിളിക്കും കേട്ടോ. ഇമേജ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഇമേജ് സെറ്റ് എന്ന് വിളിക്കും ഇമേജ് സെറ്റ് എന്നും വിളിക്കും അല്ലെങ്കിൽ എന്ത് വിളിക്കും റേഞ്ച് സെറ്റ് ഓഫ് എഫ് എന്നും പറയും ഇമേജ് എന്നും പറയും. ഓക്കെ എന്തിനാ ഇമേജ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനിൽ എക്സ് വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് വൈയിൽ കിട്ടുന്ന വാല്യൂസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് റേഞ്ച് എന്ന് വിളിച്ചത്. ഓക്കെ റേഞ്ച് അല്ലെങ്കിൽ ഇമേജ് സെറ്റ് എന്ന് വിളിക്കാം. റേഞ്ച് നമ്മുടെ കോഡൊമെയിൻ മൊത്തം വരില്ല കോഡൊമെയിനും റേഞ്ചും എന്തല്ല കോഡൊമെയിനും റേഞ്ചും ഈക്വൽ അല്ല നോട്ട് ഈക്വൽ ആണ് നോട്ട് ഓൾവേസ് ഈക്വൽ ആവാൻ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഈ എക്സാമ്പിളിൽ ഫംഗ്ഷൻ എന്താണ് ഈ എക്സാമ്പിളിൽ ഫംഗ്ഷൻ്റെ ഡൊമെയിനും റേഞ്ചും ഈക്വലാണ്. ഡൊമെയിനിലും 1 4 9 16 ഉണ്ട് റേഞ്ചിലും എന്തുണ്ട് റേഞ്ചിലും ആരുണ്ട് 1 4 9 16 ഉണ്ട്. ഇവിടെ കോഡൊമെയിനും റേഞ്ചും ഈക്വലാണ് പക്ഷേ ഇവിടെ എന്തല്ല കോഡൊമെയിനും റേഞ്ചും എന്തല്ല ഈക്വൽ അല്ല. ഇവിടെ കോഡൊമെയിൻ ആരാ കോഡൊമെയിന് 1 to 10 ആണ് പക്ഷേ റേഞ്ച് ആരാ വരുന്നത് റേഞ്ചിൽ ആര് മാത്രമേ ഉള്ളൂ 3 5 7 9 മാത്രമേ ഉള്ളൂ. ഡിഫറൻസ് മനസ്സിലായോ?